അങ്ങനത്തെ ന്യൂസ് കേട്ടിരുന്നു, അങ്ങനെ വനിതാ തിയേറ്റർ കേട്ടിരുന്നു പറഞ്ഞിട്ട് ന്യൂസ് പോലീസ് കേസ് പറഞ്ഞു. പക്ഷെ അങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണാൻ യാതൊരു കുഴപ്പമില്ല. അല്ല ടിക്കറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിന് ശേഷം ഈ അടുത്തറിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ടെങ്കിലും ആളെ കയറ്റരുത്. അങ്ങനെ അത് ഒട്ടും അത് ലീഗലി കയറ്റുന്നില്ല. എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം, ഒരാളുടെ റിവ്യൂ മാത്രം ബാൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കളി കണക്കുണ്ട്, സിനിമാക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിന്നോട് ഇപ്പോൾ സാന്താമസം ഒതുക്കാൻ നോക്കുന്നില്ലേ, അതുപോലെ നിന്ന് നോക്കാൻ പറ്റില്ല. ശാന്തതാമസം പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ദിലീപിനെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്നുള്ളത്. താങ്കളുടെ ഒരു അഭിപ്രായം? അത് സിദ്ദിഖ് പാട്ട് പറഞ്ഞ പോലെ ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റം ചെയ്യേണ്ടിയിരിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലത് പറയാൻ ട്രാപ്പാണ് പറയാനും. ഞാൻ 50-50 50 പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്, 50 ചെയ്യാൻ സാധ്യതയില്ല, ട്രാപ്പോ സാധ്യതയില്ല. എന്താണ് കാര്യം പുള്ളിക്ക് അറിയാം. അത് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതല്ല അഡ്വക്കേറ്റിന്റെ കളിയാണ്. അഡ്വക്കേറ്റ് കളി എന്താ സത്യം നമുക്കറിയില്ല. വേടന്റെ കേസിൽ ഇപ്പൊ വേടന് എന്താണ് നടന്നത്, മ്യൂച്വൽ കസ്റ്റഡിയിലാണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഇവൻ ലീഗലി ആണെങ്കിൽ പോലും ഇവര് പല ആൾക്കാരും രക്ഷപ്പെട്ടുന്നുണ്ട്. കള്ളത്തം ചെയ്തിട്ടും ഇത് ചെയ്ത് രക്ഷപ്പെട്ടുന്നുണ്ട്. നമ്മുടെ നിരീക്ഷകർ അങ്ങനെയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കൊണ്ട് കോഴവാദം അസൂർദ്ദീൻ ആളുടെ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും അറിയാം. പക്ഷെ അയാൾക്ക് രക്ഷപ്പെട്ടു. അവ കോടതിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്തിട്ടും രക്ഷപ്പെടുന്നു. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് രക്ഷപ്പെടാൻ. ഇപ്പൊ ഒരുപാട് സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ ദിലീപിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ ഇത്രയും വർഷത്തോളം മീഡിയ കൊണ്ടെന്നാണ്. മീഡിയ ആണ് അത്രയും. പണ്ട് ഇതിനെക്കാട്ട് പല സംഭവം നടന്നിട്ട് അതും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അതിനുശേഷം ഹേമ കമ്മിറ്റി ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഈ പറയുന്ന പെണ്ണുകേസുകൾ വന്നു. പക്ഷെ അതെല്ലാം പോയി, അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അമ്മേന്റെ പല ആൾക്കാർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി മേടിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വരുന്നില്ല, അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മന്ത്രിസഭ വരെ ഒരു പെണ്ണ് കാരണം മാറിപ്പോയതാണ്. കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെ അതും ശരിയായ വളരെ അങ്ങനെയാണ്. ഓക്കെ, സ്ത്രീവിഷയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, അഡോൾഫ് ഹിറ്റ്ലറിനെക്കാട് മോശക്കാരനെ ആൾക്കാരുടെ ചിത്രീകരിക്കുന്നത് ബിൽ ക്ലിന്റണാണ്. ഒരു സ്ത്രീ വിഷയം വന്നതിന് പോക്കാണ്.